ആ നിമിഷത്തിൽ വരെ ഒരാൾ മരിക്കാൻ പോവാണ്, ആ സമയത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ രൂപത്തിൽ ഇബ്ലീസ് വന്നിട്ട് പറയും, ദാ മോനെ, ഇസ്ലാം മതം ശരിയല്ലേ, നമ്മളെല്ലാം കുടുങ്ങിയിട്ടാ ഉള്ളത്. അതാണ് പല ആൾക്കാർ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കണത്. അവിടെ കുടുങ്ങിപ്പോവും പലരും. അബൂ ഹനീഫ റളിയല്ലാഹു പറയണ്ടല്ലോ, പലരുടെ ഈമാൻ തെറ്റിപ്പോക്ക് മരിക്കണ സമയത്താണ്. അള്ളാഹു കാക്കട്ടെ. ഹദ്ദാദ് റാത്തീബ് അതിനൊരു പരിഹാര. ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായി ചൊല്ലിയാൽ റുസിക്കലഹു ഹുസ്നുൽ ഖാത്തിമാന, ഈമാനോടുള്ള മരണം ഉണ്ടാവും. ആലിമീങ്ങളെ പരിഹസിക്കുന്നവർക്ക് ഈമാനില്ലാത്ത മരണം ഉണ്ടാവും. അത് സോഷ്യൽ മീഡിയ കമന്റ് ആണെങ്കിലും ഇനി ഏതെങ്കിലും ഉസ്താദിന്റെ പ്രസംഗത്തിന് ട്രോളലാണെങ്കിലും ഈമാനില്ലാത്ത മരണം യുഖ്ഷ അലൈഹിൽ കുഫ്ർ എന്നാണ് ഷഹറാനി ഇമാമിന്റെ അൽ മൻഹജുൽ മുത്തഹറിലുള്ളത്. ഇൽമിന്റെ അഹ്ലുകാരെ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ യുഖ്ഷ അലൈഹിൽ കുഫർ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇനിയും ട്രോളുകൾ കൂടേ ചെയ്യുള്ളൂ. നമ്മൾ അതിലൊന്നും പെടരുത്. കുഫ്റാന്ന് ഒരാളെ കുഫ്ർ നടക്കൂലെന്ന് ഉറപ്പായാൽ ഇബ്ലീസ് അടുത്തത് ബിദ്അത്തിലേക്ക് എത്തിക്കാൻ നോക്കും. ബിദ്അത്ത് ഇങ്ങനെ ചുറ്റും. കാരണം ബിദ്അത്തുകാരൻ മിക്കവാറും ഈമാനില്ലാണ്ട് മരിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ സവാജിർ എന്ന കിതാബിൽ വായിക്കാൻ പറ്റും. ബിദ്അത്ത് എന്നുള്ളത് കുഫറിന്റെ ഒരു റെഡ് സിഗ്നലാ. അതും നടക്കുന്നില്ല എന്ന് കണ്ടാലേ വൻദോഷം ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ കുറെ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ മിക്കവാറും ബിദ്അത്ത് എന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ സാധ്യത ഉണ്ട്. അതും നടക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യിപ്പിക്കുക. അതും ഇയാളെ കൊണ്ട് നടക്കൂല എന്ന് ഉറപ്പായാലാണ് ഇബ്ലീസ് എന്ത് ചെയ്യാന്നറിയോ? ഇബ്ലീസ് എന്ത് ചെയ്യാന്നറിയോ? സമയം കളയുക എന്ന പ്രശ്നത്തിലേക്ക് എത്തിക്കുക. പ്രായം കൂടുന്തോറും സ്മാർട്ട് ഫോൺ വേണമെന്നും ഐഫോൺ വേണമെന്നും ചിന്തിക്കുകയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും തന്നെ വിളിക്കാൻ മാത്രം ആവശ്യമുള്ള കാലമായിട്ട് പോലും വാട്സപ്പ് വേണം, യൂട്യൂബ് വേണം, റീൽസ് കാണണമെന്ന് ചിന്തിച്ചാൽ ശരിക്ക് വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മെച്ചപ്പെടണം എന്നല്ലേ ഖുർആൻ പറയണത്? ഇന്നലത്തേതിനേക്കാൾ ഇന്ന് മെച്ചപ്പെടണം എന്ന ഈ ആയത്തിന്റെ ഒരർത്ഥം. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. ചെറുപ്പക്കാര് ഫോണിന് അഡിക്ഷൻ ആയാൽ പിന്നെയും രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. കാരണം അവർക്ക് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കൂല, മിക്കവാറും പഠന സമയത്ത് ഉപയോഗിക്കൂല. ഗൾഫിൽ നിന്ന് റിട്ടയർഡായി ജോലിയൊക്കെ നിർത്തിയിട്ട് വന്ന പ്രായമുള്ളവരെങ്ങാനും റീൽസിന് അഡിക്ഷൻ ആയാലുണ്ടല്ലോ, പിന്നെ അവർക്ക് സമയം ഫുള്ള് അതിന് തന്നെ ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മളെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്. പിന്നെ എങ്ങനെയാ അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ തരിക, ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിക്കുക? പ്രായമുള്ള മനുഷ്യന്മാരുടെ ഇബാദത്തും ആ കുഞ്ഞുമക്കളുടെ ജീവിതവും കണ്ടിട്ടല്ലേ അള്ളാഹ് ഈ റിസ്ക് തരുന്നതന്നെ. സമയം കളയൽ എന്ന രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തെറ്റ് പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ വൻദോഷം, പിന്നെ വിദേഹത്ത്, പിന്നെ കുഫ്റാൻ. ആക്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന കിതാബിൽ നിന്നാണ് ഈ ആശയം മുഴുവനും ഞാൻ പറഞ്ഞത്. സമയം കളയുന്ന രോഗം പ്രായമുള്ളവർക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. പല ട്രെയിൻ യാത്രകളിലും മറ്റു യാത്രകളിലൊക്കെ ഉപ്പാപ്പമാരാണ്. സത്യത്തിൽ കാണൽ ഹറാമായതുപോലും അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തൊരു പ്രയാസമാണ് ശരിക്കും പറഞ്ഞാൽ. വലിയ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? നമ്മൾ മരണത്തോട് അടുക്കുന്തോറും നമ്മൾ നന്നാവലല്ലേ വേണ്ടത്? അല്ലേ? അങ്ങനല്ലേ ശരിക്കും വേണ്ടത്? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്ത് വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹിക്ക് എന്ത് ഇബാദത്താ വർദ്ധിപ്പിക്കാനുള്ളത്? കാന അബദന്നാസ്, ഏറ്റവും വലിയ ഇബാദത്തുകാരനല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് പറയുന്നുണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് എന്ന ആയത്ത് ഇറങ്ങിയ പിന്നെ എപ്പാ നോക്കിയാൽ തങ്ങളെ വായിൽ അത് ഇക്റന്നെ. എന്തേ? വഫാത്തിനോട് അടുക്കുമ്പോ, ജീവിതത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോ ഇബാദത്ത് കൂട്ടല്ലേ വേണ്ടത്? ഈ ഫോൺ നമ്മളെ തോൽപ്പിക്കുകയാണോ ശരിക്കും വേണ്ടത്? ഗൗരവമുള്ള കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാ അത്. പ്രായമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്താൽ അത് ഒരു വലിയൊരു അപകടമല്ലേ ശരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കണത്? അങ്ങനെ സംഭവിക്കരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാൾ നന്നാവുക എന്ന് പറയുന്നത് അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിരിക്കുമ്പോഴാണ്. മൻ ഇസ്തവ യൗമഹു ഫഹുവ മഗ്ബൂനുൻ,
ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നമ്മൾ മെച്ചപ്പെടണം. കുറെ പീഡനത്തിന്റെ കഥകളും കുറെ സ്കോർ ബോർഡുകളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അജണ്ട എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഇൽമ് കിട്ടുമോ? അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ 2 കിതാബ് ഉദ്ധരിക്കലും 3 ടെക്സ്റ്റ് കാണാതെ പറയലും അല്ല. അത് അള്ളാഹുവിന്റെ ഒരു നൂറാണ്. ആ നൂറ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ രക്ഷപ്പെട്ടു. ഒരാളെ നന്നാക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ നൂറ് അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കും. അത് കിട്ടണമെങ്കിൽ കളി ഉപകരണങ്ങളൊക്കെ നമ്മളെ മനസ്സിന്ന് മാറ്റിവെക്കണം. എന്നാലേ ഫിഫയല്ല നമ്മുടെ അജണ്ട, കട്ടൗട്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ തരംഗം, അല്ല ഫാൻസ് അല്ല നമ്മുടെ പാഷൻ, അല്ല. നമുക്ക് ജീവിതത്തിന് ഒരു അജണ്ട വേണം. എന്റെ ജീവിതം എന്തിനാ? ഭൂമിയുടെ മുകളിൽ ജീവിച്ച കാലത്തിലേറെ ഭൂമിയുടെ താഴെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് 2 വീടുകളുണ്ട്. ഒന്ന് ഭൂമിയുടെ മുകളിൽ ഇപ്പോൾ വസിക്കുന്ന വീട്, മറ്റൊരു വീട് വരാനുണ്ട് ദീർഘമായ കാലം. ആദം നബി അലൈഹിസ്സലാം ഭൂമിയുടെ മുകളിൽ ചില്ലറ കൊല്ലല്ലേ ഉണ്ടായിട്ടുള്ളൂ. 700 കൊല്ലത്തിന് മേലെയായില്ലേ ആദം നബി ഭൂമിയുടെ താഴെയുള്ള വീട്ടിൽ. അതേപോലെ ദീർഘമായ കാലം നമ്മൾ വസിക്കേണ്ട വീടാണ് ഖബർ എന്ന ഭൂമിയുടെ താഴെയുള്ള വീട്, അല്ലേ? ആ വീട് സുന്ദരമാവണം എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ മുകളിലുള്ള കാലം മനോഹരമാവണം. ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മരിച്ചാക്ക് ഇനി നന്നാവാൻ കഴിയില്ല, ഒരു സുബാനെല്ലാം കഴിയില്ല. ഇവിടെ വരുന്ന ഒരു ബക്കറ്റിൽ ഒരു 5 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ അവർക്ക് ഇനി കഴിയൂല. ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഒരു ദിക്ർ, ഒരു സ്വലാത്ത്, ഒരു ജമാഅത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കുള്ള സൗഭാഗ്യം നമ്മളിപ്പോ ജീവിക്കുന്നു എന്നുള്ളതാ. ഇനി സാധ്യത ഉണ്ട് നന്നാവാൻ. തൗബ ചെയ്യാൻ. സമയം കളയൽ എന്ന രോഗം നമ്മളിൽ വന്ന് പെട്ടിട്ടുണ്ടോ? ഇബ്ലീസിന്റെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ചെറിയ തെറ്റുകൾ, അടുത്തത് വലിയ തെറ്റുകൾ, പിന്നെ വിദഅത്ത്, പിന്നെ കുഫർ. അതാണ് ആഖാമുൽ മാർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന കിതാബിൽ ശിബ്ലി ഇമാം നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയ ഗൗരവമുണ്ട്. ഇബ്ലീസിന്റെ ചതിയെ നമ്മൾ തിരിച്ചറിയണം. ഇത് 2 ആള് നാട്ടില് മയ്യത്ത് കുളി പഠിപ്പിക്കുന്ന പോലെ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ, ഫർള് കിഫായല്ല. ഇത് നമ്മൾ ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ്. ഒരു നല്ല അമല് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ ഇബ്ലീസ് ആദ്യം ചെയ്യുക അത് മുടക്കാൻ നോക്കും. സ്വതക്ക കൊടുക്കണ്ടെന്ന് തോന്നിപ്പിക്കും. അതൊക്കെ തട്ടിപ്പാണ്, കുറെ പിരിവ് നടന്നിട്ടുണ്ട്, കണ്ട. ഇനി അത് ഇയാൾ എന്തായാലും ചെയ്യുമെന്ന് ഇബ്ലീസിന് തോന്നിയാൽ, മുടക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ ഇബ്ലീസ് പിന്നെന്താ ചെയ്യാം? ആ ചെയ്യുന്ന ഇബാദത്ത് പിന്നെ ചെയ്താ പോരെ എന്ന് തോന്നിപ്പിക്കും. ലുഹർ ബാങ്ക് വരെ സമയമുണ്ടല്ലോ, ലുഹറിന് ഏതായാലും ഉള്ളൊടുക്കുമ്പോ കുറച്ച് നേരത്തെ ഉള്ളൊടുത്തിട്ട് നിസ്കരിക്കാലോ. അതെന്തിനാ? അത് മിസ്സാക്കാനുള്ള പരിപാടിയാണ്. 4 മണിക്ക് അലാറം വെച്ച് 3:50 എണീറ്റപ്പോ ഏതായാലും അലാറം അടിയാനുണ്ടല്ലോ, പിന്നെന്തിനാണ്? അതെന്തിനാ? തഹജ്ജുദ് തന്നെ ക്യാൻസൽ ആക്കാനുള്ള പരിപാടിയാ. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ കം ഹസനത്ത് ലദ്ദതൻ ലിൽ മർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീന. ഡാഫോഡിൽസ് സ്ട്രോബെറി ആയിരിക്കും ഫ്ലേവർ ഉണ്ടാവുക, ഐസ്ക്രീം മുകളിൽ ചെറിയും വെച്ചിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് തരിക. മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമീ, ഉള്ളിൽ വിഷം ചേർത്ത് നമുക്കറിയൂല. ഭയങ്കര മൂർച്ചയാണ്. കാരണം 1,00,000-ലധികം നബിമാരുടെ കാലത്ത് ജീവിച്ച ആളല്ലേ ഇബ്ലീസ്. മൂപ്പർക്കറിയാ ഒരു സാധാരണക്കാരനെ എങ്ങനെ പറ്റിക്കണം, ഇൽമിന്റെ അഹ്ലുകാരെ എങ്ങനെ പറ്റിക്കണം, ഓരോരാളെ പറ്റിക്കാൻ മൂപ്പർക്ക് നന്നായിട്ടറിയാം. അപ്പൊ ഒരു ചികിത്സാ സഹായം കണ്ടു. അല്ലാ, ഇത് നമ്മുടെ ക്ലാസ്മേറ്റ് ആയ ഒരാളുടെ മകളല്ലേ, ടെറസിന്റെ മേലേന്ന് വീണോ. പ്രവാസ ലോകത്ത് നമ്മൾ അത് കണ്ടു. 10,000 കൊടുത്താലോ എന്ന് വിചാരിച്ച് മനസ്സിൽ കരുതുമ്പോൾ ഇബ്ലീസ് ഉടനെ ഇടപെടും. പിന്നെ കൊടുത്താൽ മതിയല്ലോ, തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. കണ്ടോ? അതെന്തിനാ? ആ സ്വതക്ക മുച്ചൂടും നമ്മളിൽ നിന്ന് ഒഴിവാക്കാനാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഗ്രൂപ്പ് നാട്ടിലേത് നോക്കണത്. കുറെ ആള് 10,000 5,000 എന്നൊക്കെ കാണുന്നുണ്ട്. സ്ക്രോൾ ചെയ്യുമ്പോ ലാസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്,
ഇനി ആരും അയക്കേണ്ടതില്ല, ദ്വാരനാ മതി. അപ്പൊ നമ്മൾ അയക്കൂല. അതായിരുന്നു ഇബ്ലീസിന്റെ മർമ്മപ്രധാനമായ ഉള്ളിലുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, ഇവനെ കൊണ്ട് കാണാം. അതാണ് നന്മക്ക് ചാൻസ് കിട്ടിയാൽ ഡിലേ ആക്കല്ലേ എന്ന് പറയുന്നത്. ഇത് നടക്കൂല എന്നുണ്ടെങ്കിൽ ഇബ്ലീസ് ഉപയോഗിക്കുന്ന അടുത്തൊരു ടൂൾ ഉണ്ട്. അതൊരു അപാരം മുറിച്ചുള്ള ടൂളാണ്. അതെന്താന്ന് പറയാം, ചെയ്യുന്ന ഇബാദത്ത് കുറച്ച് സ്പീഡാക്കിപ്പിക്കും. തറാവീഹൊക്കെ പോലെ മൊത്തമായും ചില്ലറയായും 20 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കുന്ന പുതിയ ഖത്തീബിനെ കേട്ടിട്ടില്ല? യെസ്, വിളിച്ചു പറയും, നീ എടെ തറാവി കൊടുന്ന്? ഞാനിവിടെ. എന്തേ? ഇവിടെ 8:43 തുടങ്ങിയിട്ട് 9:05 തീർത്തു കൊടുക്കുന്നുണ്ട്. കേട്ടോ, ആർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ നിസ്കരിക്കണത്?